Next unit الوحدة الرابعة إدراج الكائنات في مستند Word 2013 Inserting objects in 2013 Word document ഇൻസേർട്ട് ടാബിലെ ടൂൾസും കമാൻഡ്സും യൂസ് ചെയ്ത് പേജസ്, ടേബിൾ, പിക്ചർ, ഷേപ്പ്, സ്മാർട്ട് ആർട്ട്, ചാർട്ട്, ടെക്സ്റ്റ് ബോക്സ്, ഇക്വേഷൻ, സിമ്പിൾ തുടങ്ങിയ ഒബ്ജക്ട്സ് എല്ലാം വേർഡിലെ ഡോക്യുമെൻറ്റിൽ ഇൻസേർട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇൻസേർട്ട് ടാബിലെ മെയിൻ ഗ്രൂപ്പ്സും ടൂൾസും ഏതൊക്കെയെന്ന് നോക്കാം. ഫസ്റ്റ് വൺ മജ്മുഅത്തു സഫഹാത്ത് പേജസ് ഗ്രൂപ്പ്. ഇവിടെ കവർ പേജ്, ബ്ലാങ്ക് പേജ്, പേജ് ബ്രേക്ക് എന്നിവ ഇൻസേർട്ട് ചെയ്യാനുള്ള ടൂൾസാണ് ഉള്ളത്. ഇതിനൊക്കെയുള്ള സ്റ്റെപ്സാണ് ഇനി പറയുന്നത്. ആദ്യം കവർ പേജ് ഇൻസേർട്ട് ചെയ്യാൻ കവർ പേജ് ക്ലിക്ക് ചെയ്തിട്ട് പേജ് മെനുവിൽ നിന്ന് ടൈപ്പ് ഓഫ് പേജ് സെലക്ട് ചെയ്യാം. ഇനി ഇദ്റാജു സഫഹ ഫാരിഗ ബ്ലാങ്ക് പേജ് ഇൻസേർട്ട് ചെയ്യാൻ ബ്ലാങ്ക് പേജ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ കേഴ്സർ വെക്കുന്ന സ്ഥാനത്ത് ഒരു ബ്ലാങ്ക് പേജ് ഫോം ചെയ്യും. അടുത്തത് പേജ് ബ്രേക്ക്. അപ്പോൾ കേഴ്സർ നിൽക്കുന്ന പൊസിഷനിൽ പുതിയ പേജ് തുടങ്ങാനുള്ള ഒരു ബ്ലാങ്ക് പേജ് നമ്മുടെ പേജ് ബ്രേക്കിൽ ക്ലിക്ക് ചെയ്താൽ വരും. നെക്സ്റ്റ് വൺ ടേബിൾസ് ഗ്രൂപ്പ്. ടേബിൾ ബോക്സിലൂടെ നമ്പർ ഓഫ് റോസ് ആൻഡ് കോളംസ് സെറ്റ് ചെയ്യുക വഴി ടേബിൾ ഇൻസേർട്ട് ചെയ്യാം. ഇവിടെ നിന്നും 8 റോസും 10 കോളംസുമുള്ള ടേബിളാണ് സെറ്റ് ചെയ്യാൻ പറ്റുക. ഇനി നെക്സ്റ്റ് ഇൻസേർട്ട് ടേബിൾ എന്ന കമാൻഡ് സെലക്ട് ചെയ്താൽ ഒരു ഡയലോഗ് ബോക്സ് ഓപ്പൺ ആവും. അതിലെ നമ്പർ ഓഫ് റോസും നമ്പർ ഓഫ് കോളംസും ടെക്സ്റ്റ് ബോക്സ് നമ്പർ ഓഫ് റോസ്, നമ്പർ ഓഫ് കോളംസ് എന്നീ ടെക്സ്റ്റ് ബോക്സുകളിൽ നിന്ന് റോസിൻ്റെയും കോളംസിൻ്റെയും എണ്ണം ടൈപ്പ് ചെയ്യാം. നെക്സ്റ്റ് വൺ ഡ്രോ ടേബിൾ കമാൻഡ് വഴി ടേബിൾ ഇൻസേർട്ട് ചെയ്യാം. അപ്പോൾ ടേബിളിലെ ഡ്രോ ടേബിൾ എന്ന കമാൻഡ് സെലക്ട് ചെയ്താൽ നമ്മുടെ കേഴ്സർ ഒരു പെൻസിലിൻ്റെ രൂപത്തിലായി മാറും. അത് യൂസ് ചെയ്ത് ആദ്യം ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കാം. ശേഷം ഇഷ്ടത്തിനനുസരിച്ച് റോസും കോളംസും ഒക്കെ സെറ്റ് ചെയ്യാം. അടുത്ത വഴി കൺവേർട്ട് ടെക്സ്റ്റ് ടു ടേബിൾ. ഇതിനായി ടേബിളിൽ ഉൾക്കൊള്ളിക്കാൻ ഉദ്ദേശിക്കുന്ന ടെക്സ്റ്റ് സെലക്ട് ചെയ്യുക. ടേബിൾ ഐക്കണിൽ ക്ലിക്ക് ചെയ്യാം. അവിടെ വരുന്ന മെനുവിൽ നിന്ന് കൺവേർട്ട് ടെക്സ്റ്റ് ടു ടേബിൾ ക്ലിക്ക് ചെയ്യാം. ടെക്സ്റ്റ് സെലക്ട് ചെയ്താൽ മാത്രമേ ഈ ഓപ്ഷൻ ആക്ടിവേറ്റ് ആവൂ. ഇങ്ങനെ ചെയ്യുമ്പോൾ ഓരോ ടെക്സ്റ്റ് സെപ്പറേഷൻസും ഓരോ കോളങ്ങളായി മാറും. ഇനി നെക്സ്റ്റ് എക്സൽ സ്പ്രെഡ്ഷീറ്റ് വഴി ടേബിൾ ഇൻസേർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം എക്സൽ സ്പ്രെഡ്ഷീറ്റ് ക്ലിക്ക് ചെയ്യുക. ശേഷം എക്സൽ ഷീറ്റിൽ ഡാറ്റ ആഡ് ചെയ്ത് എക്സൽ ഷീറ്റിൻ്റെ പുറത്ത് ഡോക്യുമെൻറ്റിൽ ക്ലിക്ക് ചെയ്യാം. ഇനി അടുത്ത വഴി ക്വിക്ക് ടേബിൾസ് ആണ്. ഇതിനായി ക്വിക്ക് ടേബിൾസ് ക്ലിക്ക് ചെയ്യുക. അവിടെ നിന്നും പ്രീസെറ്റ് ടേബിൾസിൽ നിന്ന് ഏതെങ്കിലും ഒരു ടേബിൾ സെലക്ട് ചെയ്യാം. ഇനി നെക്സ്റ്റ് ടോപ്പിക് മജ്മുഅത്തു റുസൂമാത്ത് തൗളീഹിയ്യ ഇല്ലസ്ട്രേഷൻസ്. ഇവിടെ പിക്ചേഴ്സ്, ഷേപ്സ്, ചാർട്ട്സ് ഇതൊക്കെ ഇൻസേർട്ട് ചെയ്യാനുള്ള ടൂൾസാണ് ഉണ്ടാവുക. ഫസ്റ്റ് വൺ ഇൻസേർട്ട് പിക്ചേഴ്സ്. ഇതിനായി ആദ്യം ഇല്ലസ്ട്രേഷൻസിലെ പിക്ചേഴ്സ് ഐക്കൺ ക്ലിക്ക് ചെയ്യാം. ഫയലിൽ നിന്നാണോ കമ്പ്യൂട്ടറിൽ നിന്നാണോ പിക്ചർ സെലക്ട് ചെയ്യേണ്ടത് എന്ന് ചൂസ് ചെയ്യുക. ശേഷം ഫോൾഡറിൽ നിന്നും പിക്ചർ സെലക്ട് ചെയ്യുക. ശേഷം ഇൻസേർട്ട് ക്ലിക്ക് ചെയ്യാം. ഇനി പിക്ചർ ഫോർമാറ്റ് ചെയ്യാൻ പിക്ചറിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ടാബ്സിൽ ഫോർമാറ്റ് എന്ന ടാബ് കാണാൻ പറ്റും. അതിലെ ടൂൾസ് ഉപയോഗിച്ച് പിക്ചർ ഫോർമാറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി പിക്ചറിൻ്റെ ഇനി ഓരോ ഫോർമാറ്റിങ്സ് ആണ് പറയുന്നത്. പിക്ചറിൻ്റെ ഏതെങ്കിലും കോർണറിൽ പ്രസ് ചെയ്ത് ഡ്രാഗ് ചെയ്താൽ റീസൈസ് ചെയ്യാൻ പറ്റും. അതുപോലെ കളർ ക്ലിക്ക് ചെയ്താൽ കളർ സാച്ചുറേഷനും കളർ ടോണും റീകളറും ഇതൊക്കെ യൂസ് ചെയ്ത് കളർ ചെയ്യാൻ പറ്റും. ഈ സെലക്റ്റഡ് പിക്ചറിന് ചുറ്റും ടെക്സ്റ്റ് റാപ്പ് ചെയ്യാൻ വേണ്ടി പിക്ചർ സെലക്ട് ചെയ്യുക. ദെൻ അറേഞ്ച് എന്ന ഗ്രൂപ്പിൽ നിന്ന് റാപ്പ് ടെക്സ്റ്റ് സെലക്ട് ചെയ്യുക. ശേഷം ഏതെങ്കിലും ഒരു റാപ്പ് സെലക്ട് ചെയ്യുക. ഇനി ടെക്സ്റ്റിനിടയിൽ ഇമേജ് മൂവ് ചെയ്യുന്ന ഫെസിലിറ്റിക്ക് വേണ്ടി സ്ക്വയർ അല്ലെങ്കിൽ ത്രൂ സെലക്ട് ചെയ്യുക. മുറബ്ബ അല്ലെങ്കിൽ അബർ. ഇനി പിക്ചർ റൊട്ടേറ്റ് ചെയ്യാനായിട്ട് പിക്ചർ സെലക്ട് ചെയ്യുമ്പോൾ പിക്ചറിന് തൊട്ട് മുകളിൽ വരുന്ന റൊട്ടേറ്റിംഗ് സിമ്പിൾ ക്ലിക്ക് ചെയ്യുക. അതുപോലെ ഷെയ്ഡിങ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പിക്ചർ ഇഫക്ട്സിൽ നിന്നും ഷാഡോ ക്ലിക്ക് ചെയ്യാം. അതിൽ ഇനി ബോർഡറിങ്ങിനായി പിക്ചർ ഡബിൾ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ടാബ്സിൽ പിക്ചർ ഫോർമാറ്റ് ടാബ് ഷോ ചെയ്യും. അതിൽ പിക്ചർ സ്റ്റൈലിൽ നിന്നും പിക്ചർ ബോർഡർ ക്ലിക്ക് ചെയ്യാം. ശേഷം ബോർഡർ കളറും സെലക്ട് ചെയ്യാം. ഇനി ക്രോപ്പിംഗ്. അപ്പോൾ ക്രോപ്പിങ്ങിനായി ക്രോപ്പ് ടൂൾസ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഒരു സെലക്ടിങ് മാർക്ക് ഫോം ചെയ്യും. ഇഷ്ടമുള്ള രൂപത്തിൽ നമുക്ക് സെലക്ട് ചെയ്യാം. ഇമേജിൻ്റെ സെലക്ട് ചെയ്ത്
കഴിഞ്ഞതിന് ശേഷം ഇമേജിൻ്റെ പുറത്ത് ക്ലിക്ക് ചെയ്യാം. നെക്സ്റ്റ് വൺ ഗ്രൂപ്പിംഗ്. അപ്പോൾ പിക്ചേഴ്സ് ഒരുമിച്ച് സ്ക്രോൾ ചെയ്യാനുള്ള സൗകര്യത്തിന് വേണ്ടി ആദ്യം പിക്ചേഴ്സ് സെലക്ട് ചെയ്യുക, ശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വരുന്ന മെനുവിൽ നിന്ന് ഗ്രൂപ്പ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അങ്ങനെ അതിൽ നിന്ന് ഗ്രൂപ്പ് സെലക്ട് ചെയ്യുക. ഇത് ഒഴിവാക്കാനും സെയിം പ്രോസസ്സ് തന്നെയാണ്. അപ്പോൾ ഗ്രൂപ്പിന് പകരം റിമൂവ് ഗ്രൂപ്പ് എന്ന ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത്. ഇനി പിക്ചർ അറേഞ്ചിങ് ആണ്. ഇപ്പോൾ പിക്ചർ ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ടെക്സ്റ്റിൻ്റെ ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ഒക്കെ അറേഞ്ച് ചെയ്യാൻ സെൻഡ് ടു ബാക്ക് ബട്ടൺ പ്രസ് ചെയ്ത് ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാം. അല്ലെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യാം, ശേഷം അറേഞ്ച് സെലക്ട് ചെയ്യാം, ശേഷം ബ്രിങ് ഫോർവേഡ്, സെൻഡ് ടു ബാക്ക്, ബ്രിങ് ടു ഫ്രണ്ട്, സെൻഡ് ബാക്ക്വേർഡ്, ബ്രിങ് ഇൻ ഫ്രണ്ട് ഓഫ് ടെക്സ്റ്റ്, അതുപോലെ സെൻഡ് ബിഹൈൻഡ് ടെക്സ്റ്റ്. ഇതിലെ ഏതെങ്കിലും ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അല്ലെങ്കിൽ പിക്ചർ സെലക്ട് ചെയ്ത് ഫോർമാറ്റിലെ അറേഞ്ച് ഗ്രൂപ്പിലെ മൂവ് ലെവൽ ടു ബാക്ക്, നഖൽ മുസ്തവ ഇൽ ഖൽഫ് അത് ക്ലിക്ക് ചെയ്യുക. ശേഷം അതിലൊന്ന് സെലക്ട് ചെയ്യുക. ഇനി ഇൻ്റർനെറ്റ് വഴി പിക്ചേഴ്സ് ആഡ് ചെയ്യാനായിട്ട് ആദ്യം ഓൺലൈൻ പിക്ചേഴ്സ് സെലക്ട് ചെയ്യുക, പിന്നെ പിക്ചർ സെർച്ച് ചെയ്യുക, സെലക്ട് ചെയ്യുക, ഇൻസേർട്ട് ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് വൺ ഇൻസേർട്ടിങ് ഷേപ്സ്. അപ്പോൾ ലൈൻസ്, ആരോ ബ്ലോക്സ്, ഫ്ലോ ചാർട്ട്സ്, കോൾ ഔട്ട്സ്, സ്റ്റാർസ് ആൻഡ് ബാനേഴ്സ് തുടങ്ങി പല ഐറ്റം ഷേപ്സ് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് വൺ സ്മാർട്ട് ആർട്ട്. നമ്മുടെ തോട്ട്സും ഇൻഫർമേഷൻസൊക്കെ ഗ്രാഫിക്സ് വഴി എക്സ്പ്രസ് ചെയ്യാൻ ഇതിലൂടെ സാധിക്കും. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗ്രാഫിക്സ് അവൈലബിൾ ആണ്. ഹൈറാർക്കി, റിലേഷൻസ്, മാട്രിക്, പിരമിഡ് എന്നിങ്ങനെയാണ് ഗ്രാഫിക്സ് വരുന്നത്. ഇതിലൊരു ഗ്രാഫിക്സ് സെലക്ട് ചെയ്ത ശേഷം ബോക്സുകളിൽ ഡാറ്റ എൻ്റർ ചെയ്യാം. നെക്സ്റ്റ് വൺ ഇൻസേർട്ട് ചാർട്ട്സ്. അപ്പോൾ ഡാറ്റാസിൻ്റെയും ഫാക്ട്സിൻ്റെയും ഒക്കെ വിഷ്വൽ റെപ്രസെൻറ്റേഷനായിട്ട് ചാർട്ടുകൾ ഇൻസേർട്ട് ചെയ്യാനുള്ള സൗകര്യമാണിത്. 2013 വേർഡിൽ പലതരം ചാർട്ട്സ് അവൈലബിൾ ആണ്. ഇതിനുള്ള സ്റ്റെപ്സ്: ഫസ്റ്റ് വൺ, ഇൻസേർട്ട് ടാബിലെ ഇല്ലസ്ട്രേഷനിലെ ചാർട്ട് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഏതെങ്കിലും ഒരു ടൈപ്പ് ഓഫ് ചാർട്ട് സെലക്ട് ചെയ്യാം. അപ്പോൾ അതിൽ വരുന്ന ടാബിളിൽ ഡാറ്റാസ് ആഡ് ചെയ്യുക, ശേഷം ടാബിൽ ക്ലോസ് ചെയ്യുക. എന്നിട്ട് ഡിസൈൻ, ഫോർമാറ്റ് ടാബുകളിലുള്ള ടൂൾസ് യൂസ് ചെയ്ത് ചാർട്ട് ഫോർമാറ്റ് ചെയ്യുക. അപ്പോൾ കോളം, ലൈന്, പൈ, ബാറ്, ഏരിയ, സ്കാറ്റർ, ആരോ, സർഫസ്, റഡാർ. ഇവിടെ PDF-ലുള്ള ഇതിൻ്റെയൊക്കെ അറബിക് വേർഡ്സ് ജസ്റ്റ് ഓർത്ത് വെക്കുക. ഇതിൻ്റെ കൂടെ പറയാനുള്ളൊരു കാര്യം, നമ്മുടെ PDF-ൽ ഒരുപാട് അറബിക് വേർഡ്സ് വരുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ മീനിങ്സ് പറയാൻ ടൈമില്ലാത്തത് കൊണ്ടാണ് സ്കിപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇമ്പോർട്ടൻറ്റ് വേർഡ്സിൻ്റെ മീനിങ്സൊക്കെ ഞാനിവിടെ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ഈ ഒരു പേജ് എല്ലാവരും സേവ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇനി നെക്സ്റ്റ് വൺ, ഇൻസേർട്ടിങ് സ്ക്രീൻഷോട്ട്. ഇതിനായി സ്ക്രീൻഷോട്ട് ബട്ടൺ പ്രസ് ചെയ്താൽ മതി. നെക്സ്റ്റ് ടോപ്പിക്, മജ്മുഅത്തു വസാഇത്ത് മീഡിയ ഗ്രൂപ്പ്. ഇത് 2013 വേർഡിലെ ന്യൂ ഫീച്ചറാണ്. ഡോക്യുമെൻറ്റിലേക്ക് വീഡിയോ ആഡ് ചെയ്യാനുള്ള ഓപ്ഷനാണിത്. ഇതിനായി ഓൺലൈൻ വീഡിയോ ക്ലിക്ക് ചെയ്യാം, ഒരു വീഡിയോ സെലക്ട് ചെയ്യാം, ഡബിൾ ക്ലിക്ക് ചെയ്യാം. നെക്സ്റ്റ് വൺ, ലിങ്ക്സ് ഗ്രൂപ്പാണ്. ഇവിടുത്തെ ടൂൾസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഇൻസേർട്ട് ഹൈപ്പർ ലിങ്ക്, ഇദ്റാജു ഇർത്തിബാത്ത് തശഅബി. ഇപ്പോൾ കമ്പ്യൂട്ടറിലോ ഇൻ്റർനെറ്റിലോ ഉള്ള ഏത് ഫയലിലേക്കും കണക്ട് ചെയ്യുന്ന ഒരു ലിങ്ക് നമ്മുടെ ഡോക്യുമെൻറ്റിൽ ആഡ് ചെയ്യാനുള്ള ഫെസിലിറ്റിയാണ് ഹൈപ്പർ ലിങ്ക്, ഇൻസേർട്ട് ഹൈപ്പർ ലിങ്ക്. ഇതിനായി ഫോളോ ചെയ്യേണ്ട സ്റ്റെപ്സ്: ഫസ്റ്റ് ഓഫ് ഓൾ, എവിടെയാണോ ഹൈപ്പർ ലിങ്ക് ഇൻസേർട്ട് ചെയ്യേണ്ടത് അവിടെ കേസർ വെക്കുക, ലിങ്ക് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഒരു ഡയലോഗ് ബോക്സ് ഫോം ചെയ്യും. ടെക്സ്റ്റ് ടു ഡിസ്പ്ലേ എന്ന ടെക്സ്റ്റ് ബോക്സിൽ ടെക്സ്റ്റ് ആഡ് ചെയ്യുക, അല്ലെങ്കിൽ ഹൈപ്പർ ലിങ്കിലുള്ള ടെക്സ്റ്റ് സെലക്ട് ചെയ്ത് അവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ശേഷം ലിങ്ക് സെലക്ട് ചെയ്യുക. ശേഷം എക്സിസ്റ്റിംഗ് ഫയൽ അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ഫയൽ ഓർ വെബ് പേജ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അല്ലെങ്കിൽ സേവ്ഡ് വെബ് പേജോ ഓൺലൈൻ പേജസോ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഫോൾഡറിൽ നിന്ന് ഫയൽ സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ അഡ്രസ് ബോക്സിൽ സൈറ്റ് അഡ്രസ് ടൈപ്പ് ചെയ്യുക. ശേഷം ഓക്കെ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് വൺ, ഇൻസേർട്ട് ബുക്ക് മാർക്ക്. ഒരു ടെക്സ്റ്റ് ബുക്ക് മാർക്കിനോട് ലിങ്ക് ചെയ്യുക വഴി ഡോക്യുമെൻ്റ് ഒരു സ്പെസിഫിക് പേജിലേക്ക് ജമ്പ് ചെയ്യാനുള്ള ഓപ്ഷനാണിത്. ഇതിനായി ആദ്യം ബുക്ക് മാർക്ക് ക്ലിക്ക് ചെയ്യാം. അവിടെ വരുന്ന ഡയലോഗ് ബോക്സിൽ ബുക്ക് മാർക്കിൻ്റെ പേര് ടൈപ്പ് ചെയ്യുക. ശേഷം ആഡ് ക്ലിക്ക് ചെയ്യുക. ഇനി ഒരു ഡോക്യുമെൻറ്റിലെ ഒരു ബുക്ക് മാർക്കിലേക്ക് വീണ്ടും പോകാൻ ഡയലോഗ് ബോക്സിലെ ഗോ ടു ക്ലിക്ക് ചെയ്യാം. ഓക്കെ.
നെക്സ്റ്റ് വൺ ക്രോസ് റെഫറൻസ്. ഇപ്പോൾ നമ്പേർഡ് ടെക്സ്റ്റിനോടോ ടൈറ്റിൽസിനോടോ ബുക്ക് മാർക്കിനോടോ ഒരു ഫുട് നോട്ടിനോടോ എൻ നോട്ടിനോടോ ഒക്കെ ടെക്സ്റ്റിനെ ലിങ്ക് ചെയ്യാനുള്ള ഫെസിലിറ്റിയാണിത്. ഇതിനു വേണ്ടി ആദ്യം ക്ലിക്ക് ഓൺ ക്രോസ് റെഫറൻസ്. അവിടെ വരുന്ന മെനുവിൽ നിന്ന് നമ്പേർഡ് ഐറ്റംസ്, അതുപോലെ ഹെഡിങ്, ബുക്ക് മാർക്ക്, ഫുട് നോട്ട്, എൻ നോട്ട് ഇതിലേതെങ്കിലും ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അതിനടുത്തുള്ള മെനുവിൽ നിന്ന് ഒരു റെഫറൻസ് സെലക്ട് ചെയ്യാം. നെക്സ്റ്റ് വൺ മജ്മുഅത്തു റഅ്സ് വ തദ്യീൽ, ഹെഡർ ആൻഡ് ഫൂട്ടർ ഗ്രൂപ്പ്. ഇപ്പോൾ പേജുകൾക്ക് ഹെഡേഴ്സും ഫൂട്ടേഴ്സും ആഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്നു. ഇതിനുള്ള സ്റ്റെപ്സ്: ആദ്യം ഇൻസേർട്ട് ടാബ് എടുക്കുക. ദെൻ ഹെഡർ ആൻഡ് ഫൂട്ടർ ഗ്രൂപ്പിലെ ഹെഡറിൻ്റെയോ ഫൂട്ടറിൻ്റെയോ താഴെയുള്ള ആരോ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഹെഡർ ആൻഡ് ഫൂട്ടർ ഫോർമാറ്റ് ടൈപ്പ് സെലക്ട് ചെയ്യുക. ദെൻ ടെംപ്ലേറ്റ്സിൽ ആവശ്യത്തിനനുസരിച്ച് ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യുക. ഇനി ടെക്സ്റ്റ് ഗ്രൂപ്പിലെ ടൂൾസ് യൂസ് ചെയ്തും ഡിസൈൻ ഗ്രൂപ്പിലെ ടൂൾസ് യൂസ് ചെയ്തും കസ്റ്റമൈസ്ഡ് ഹെഡർ ആൻഡ് ഫൂട്ടർ ഉണ്ടാക്കാനും ഡിസൈൻ ചെയ്യാനും സാധിക്കും. അതുപോലെ ഗ്രാഫിക്സ്, ഇല്ലസ്ട്രേഷൻസ് ടാബിലും ഇൻസേർട്ട് പേജ് നമ്പർ ഓപ്ഷനിലും ഇത് സാധിക്കും. ഇനി വർക്കിംഗ് ഏരിയ ആക്ടിവേറ്റ് ചെയ്യാൻ ഡിസൈനിലെ ക്ലോസ് ഗ്രൂപ്പിൽ നിന്നും ക്ലോസ് ഹെഡർ ഓർ ഫൂട്ടർ ക്ലിക്ക് ചെയ്യുക. ഇനി ഹെഡർ ആൻഡ് ഫൂട്ടർ ഏരിയ വീണ്ടും ആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ മാർജിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് ഡബിൾ ക്ലിക്ക് ചെയ്യാം. നെക്സ്റ്റ് ഇൻസേർട്ട് പേജ് നമ്പർ. അപ്പോൾ ഹെഡർ ആൻഡ് ഫൂട്ടറിലെ റഖ്മു സഫ്ഹ പേജ് നമ്പർ സെലക്ട് ചെയ്താൽ ഡോക്യുമെൻറ്റിലെ എല്ലാ പേജിലും പേജ് നമ്പർ ആഡ് ചെയ്യാൻ പറ്റും. ഇതിനായി പേജ് നമ്പർ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. പേജ് നമ്പർ ആഡ് ചെയ്യേണ്ട പൊസിഷൻ സെലക്ട് ചെയ്യുക. മുകളിലോ താഴെയോ മാർജിനിലോ കറൻറ്റ് പൊസിഷനിലോ എവിടെയാണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യുക. ശേഷം ഫോർമാറ്റ് പേജ് നമ്പേഴ്സ് ക്ലിക്ക് ചെയ്താൽ പേജ് നമ്പർ ഫോർമാറ്റ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ അറബിക് നമ്പേഴ്സ്, ഗ്രീക്ക് നമ്പേഴ്സ്, അലിഫ്ബ നമ്പേഴ്സ്, അബ്ജദ് നമ്പേഴ്സ് ഇതൊക്കെ അവൈലബിൾ ആണ്. ഇനി പേജ് നമ്പർ ഒഴിവാക്കാൻ റിമൂവ് പേജ് നമ്പർ യൂസ് ചെയ്യുക. നെക്സ്റ്റ് വൺ മജ്മുഅത്തു നസ്, ടെക്സ്റ്റ് ഗ്രൂപ്പ്. അതിലാദ്യം മുറബ്ബഉ നസ്, ടെക്സ്റ്റ് ബോക്സ്. അപ്പോൾ ഇതിൽ ടെക്സ്റ്റ് ബോക്സ് ആഡ് ചെയ്യാനും അതിൽ ടെക്സ്റ്റ് എൻ്റർ ചെയ്യാനും ഇഷ്ടമുള്ള രൂപത്തിൽ ടെക്സ്റ്റ് ബോക്സ് സെറ്റ് ചെയ്യാനൊക്കെ പറ്റും. അടുത്തത് ക്വിക്ക് പാർട്സ്. അപ്പോൾ ഡേറ്റ്, നമ്പറിങ് ഒക്കെ പോലെ ഡോക്യുമെൻറ്റിൽ റീയൂസ് ചെയ്യേണ്ട പാർട്സ് ഓഫ് കണ്ടൻറ്റ്സ് ഇൻസേർട്ട് ചെയ്യാനാണ് ഇത് യൂസ് ചെയ്യുക. നെക്സ്റ്റ് വൺ ഇൻസേർട്ടിങ് വേർഡ് ആർട്ട്, ഇദ്റാജുൻ നുസൂസ് ബിൽ ഹറൂഫിൽ മുസഖ്റഫ. ഇതിനായി വേർഡ് ആർട്ടിൻ്റെ ഡയലോഗ് ബോക്സിൽ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യുക. ദെൻ ടെക്സ്റ്റിൻ്റെ സൈസ്, ഫോണ്ട്, സ്റ്റൈല് ഇതൊക്കെ സെറ്റ് ചെയ്യാം. നെക്സ്റ്റ് വൺ ഡ്രോപ്പ് ക്യാപ്പ്, ഇസ്ഖാത്തുൽ അഹ്റഫുൽ ഇസ്തിഹ്ലാലിയ. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ മാഗസിൻസിലൊക്കെ കാണുന്നത് പോലെ പാസേജിൻ്റെ ഒരു വേർഡ് വലിയ സൈസിലുള്ള ലെറ്റർ കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ആ പരിപാടിയാണ്. അപ്പോൾ ഇതിനായി നമ്മുടെ മെനുവിൽ നിന്നും ഏതെങ്കിലും ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാണ് വേണ്ടത്. ഇനി കൂടുതൽ ഓപ്ഷൻസിന് ഡ്രോപ്പ് ക്യാപ്പ് ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്താൽ മതി. നെക്സ്റ്റ് വൺ സിഗ്നേച്ചർ ലൈൻ, സൈൻ ചെയ്യേണ്ട വ്യക്തിയുടെ ഡാറ്റ എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷനാണിത്. ഇനി ഇൻസേർട്ടിങ് ഡേറ്റ് ആൻഡ് ടൈം. അപ്പോൾ ഡിഫറെൻറ്റ് സ്റ്റൈൽസ് ഓഫ് ഡേറ്റ് ആൻഡ് ടൈം ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. നെക്സ്റ്റ് വൺ ഇൻസേർട്ട് ഒബ്ജക്റ്റ്. ഒരു ബോക്സിൽ നിന്നും ഒബ്ജക്റ്റോ ഫയലോ സെലക്ട് ചെയ്യാം. അതുപോലെ ഫയൽ ഫോൾഡറും സെലക്ട് ചെയ്യാം. ഇനി ലാസ്റ്റ് ടോപ്പിക്കാണ് സിംബൽസ് ഗ്രൂപ്പ്. ഇവിടെ ഡോക്യുമെൻറ്റിൽ ഇക്വേഷൻസോ സിംബൽസോ ആഡ് ചെയ്യാനുള്ള ടൂൾസാണുള്ളത്. ഇതിന് വേണ്ടി ഇക്വേഷനോ സിംബലോ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഡയലോഗ് ബോക്സിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതോടുകൂടെ നമ്മുടെ 4th യൂണിറ്റ് അവസാനിച്ചിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് യൂണിറ്റ് തഖ്തീത്തു സഫ്ഹത്തി വൽ അർദാണ്. പേജ് ലേ ഔട്ട് ആൻഡ് വ്യൂ. അൽ വഹദത്തുൽ ഖാമിസ തഖ്തീത്തു സഫ്ഹത്തി വൽ അർദ്, പേജ് ലേ ഔട്ട് ആൻഡ് വ്യൂ. അപ്പോൾ ഈ ചാപ്റ്ററിൽ ഡിസൈൻ ടാബ്, ലേ ഔട്ട് ടാബ്, വ്യൂ ടാബ് ഇത് മൂന്നുമാണ് ചർച്ച ചെയ്യുന്നത്. ആദ്യം തസ്മീമു സഫ്ഹ, പേജ് ഡിസൈൻ. അപ്പോൾ ഡിസൈൻ ടാബിലെ ഫസ്റ്റ് ഗ്രൂപ്പായി വരുന്നത് തീം ഗ്രൂപ്പാണ്. ഇതിൽ തീംസ് എന്ന ഒരേ ഒരു ടൂളാണുള്ളത്. നെക്സ്റ്റ് വൺ ഡോക്യുമെൻറ്റ് ഫോർമാറ്റിംഗ് ഗ്രൂപ്പ്. ഇതിൽ ടെക്സ്റ്റും പാരഗ്രാഫും ഒക്കെ ഫോർമാറ്റ് ചെയ്യാനുള്ള ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതുപോലെ കളേഴ്സ്, ഫോൺസ്, പാരഗ്രാഫ് സ്പേസിങ്, ഗ്രാഫിക് ഇഫക്ട്സ്, സെറ്റ് ആസ് ഡിഫോൾട്ട് എന്നീ ഓപ്ഷൻസാണ് ഇതിലുണ്ടാവുക. തേർഡ് വൺ പേജ് ബാക്ക്ഗ്രൗണ്ട് ഗ്രൂപ്പ്, മജ്മുഅത്തു ഖൽഫിയത്തി സഫ്ഹ. ഇപ്പോൾ ഇവിടെ പേജ് ബോർഡർ, പേജ് കളർ, വാട്ടർമാർക്ക് ഇതൊക്കെ അപ്ലൈ ചെയ്തുകൊണ്ട് ഡോക്യുമെൻറ്റിലെ പേജസിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഫോർമാറ്റ് ചെയ്യാനുള്ള ടൂൾസാണ് ഇതിലുണ്ടാവുക. വാട്ടർമാർക്ക് എന്ന് പറഞ്ഞാൽ അല്ല അലാമാത്തുൽ മാഇയ,
അപ്പോൾ അത് ഡോക്യുമെൻറ്റിലെ ടെക്സ്റ്റിൻ്റെ ബാക്കിലായിട്ട് ഒപ്പാസിറ്റി കുറഞ്ഞ രീതിയിൽ ടെക്സ്റ്റോ ഇമേജോ കാണിക്കുന്നതാണ് നമ്മുടെ വാട്ടർമാർക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ. ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടി ആദ്യം പേജ് ബാക്ക്ഗ്രൗണ്ടിലെ വാട്ടർമാർക്ക് ക്ലിക്ക് ചെയ്യുക. ശേഷം ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ കസ്റ്റം വാട്ടർമാർക്ക് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വാട്ടർമാർക്കിൻ്റെ ഒരു ഡയലോഗ് ബോക്സ് ഫോം ചെയ്യും. എന്നിട്ട് പിക്ചർ വാട്ടർമാർക്ക് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഒരു പിക്ചർ സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ ടെക്സ്റ്റ് വാട്ടർമാർക്ക് ക്ലിക്ക് ചെയ്യുക. ടെക്സ്റ്റ് എൻ്റർ ചെയ്യുക, അതിൻ്റെ ഫോണ്ടും കളറും സൈസൊക്കെ സെറ്റ് ചെയ്യുക. ദെൻ ഓക്കെ ക്ലിക്ക് ചെയ്യുക. അതുപോലെ വാട്ടർമാർക്ക് റിമൂവ് ചെയ്യാനായിട്ട് റിമൂവ് വാട്ടർമാർക്ക് ക്ലിക്ക് ചെയ്യാം. നെക്സ്റ്റ് വൺ പേജ് കളർ. ഇതിന് വേണ്ടി ഡിസൈനിലെ പേജ് ബാക്ക്ഗ്രൗണ്ടിലെ പേജ് കളർ സെലക്ട് ചെയ്യാം, ലൗനു സൊഫ. ശേഷം ഒരു തീം കളർ സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് കളേഴ്സിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാം. ഇനി കളർ ഒഴിവാക്കാൻ നോ കളർ സെലക്ട് ചെയ്യാം. അഡീഷണൽ കളേഴ്സ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മോർ കളേഴ്സ് സെലക്ട് ചെയ്യാം. അതുപോലെ ഗ്രേഡിയൻറ്റ്, ടെക്സ്ചർ, പാറ്റേൺ, പിക്ചർ ഇതൊക്കെ ബാക്ക്ഗ്രൗണ്ടായിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി ഫിൽ എഫക്ട്സ് സെലക്ട് ചെയ്യാം. ഇനി പിക്ചർ ഇമേജ് സെലക്ട് ചെയ്യുമ്പോൾ ഫോൾഡറിൽ ഇമേജ് എവിടെയാണ് ഉള്ളതെന്ന് ചൂസ് ചെയ്യണം. ഓക്കെ, അതിനുശേഷം ഓക്കെ ക്ലിക്ക് ചെയ്യാം. നെക്സ്റ്റ് വൺ പേജ് ബോർഡർ, ഹുദൂദു സഫഹ. അപ്പോൾ സെലക്റ്റഡ് ടെക്സ്റ്റിനോ ഒരു കംപ്ലീറ്റ് പേജിനോ ബോർഡർ സെറ്റ് ചെയ്യാനും ടെക്സ്റ്റ് ഷെയ്ഡ് ചെയ്യാനും വേണ്ടി ഇത് യൂസ് ചെയ്യുന്നു. ഇതിന് വേണ്ടി ആദ്യം പേജ് ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യുക. അപ്പോൾ ഒരു ഡയലോഗ് ബോക്സ് ഓപ്പൺ ആവും. ബോർഡേഴ്സ് എന്ന ടാബിൽ നിന്ന് ബോർഡർ സ്റ്റൈൽ ചൂസ് ചെയ്യാം. അതുപോലെ പേജ് ബോർഡർ എന്ന ടാബിൽ നിന്ന് കംപ്ലീറ്റ് പേജ് ബോർഡറിനുള്ള ബോർഡർ സ്റ്റൈൽ സെറ്റ് ചെയ്യാം. അതുപോലെ ബോർഡർ സ്റ്റൈല്, കളറ്, വിഡ്ത്ത് തുടങ്ങി ഒരുപാട് ഓപ്ഷൻസും ഇവിടെയുണ്ട്. ഇനി റസ്മ് ഔ സൂറത്ത് അല്ലെങ്കിൽ ആർട്ട് എന്ന മെനുവിൽ നിന്നും ഡെക്കറേറ്റഡ് ബോർഡേഴ്സ് അപ്ലൈ ചെയ്യാനുള്ള അവസരമുണ്ട്. നെക്സ്റ്റ് ടോപ്പിക് പേജ് ലേഔട്ട്. ഇവിടെ പേജ് ലേഔട്ട് ടാബിനെ കുറിച്ചും അതിൽ വരുന്ന ഗ്രൂപ്പുകളെ കുറിച്ചും ഒക്കെയാണ് പറയുന്നത്. ഇപ്പോൾ ഫസ്റ്റ് വൺ പേജ് സെറ്റപ്പ് ഗ്രൂപ്പ്. ഇവിടെ മാർജിൻസ്, ഓറിയൻറ്റേഷൻ, സൈസ്, കോളംസ്, ബ്രേക്സ്, ലൈൻ നമ്പേഴ്സ്, അതുപോലെ വാസില, ഹൈഫണേഷൻ എന്നീ ടൂൾസാണുള്ളത്. ഇപ്പോൾ മാർജിൻ സെറ്റ് ചെയ്യാൻ വേണ്ടി മാർജിൻസ് ക്ലിക്ക് ചെയ്യുക. ആവശ്യമുള്ള ടൈപ്പ് ഓഫ് മാർജിൻ സെലക്ട് ചെയ്യുക. മോസ്റ്റ് യൂസ്ഡ് മാർജിൻ ഷോ ചെയ്യാൻ നോർമൽ ക്ലിക്ക് ചെയ്യാം. അതുപോലെ കസ്റ്റമൈസ്ഡ് മാർജിൻസ് കാണിക്കാൻ വേണ്ടിയിട്ട് കസ്റ്റം മാർജിൻസിൽ ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ മൾട്ടിപ്പിൾ പേജസിനുള്ള മാർജിൻസ് സെറ്റ് ചെയ്യാനും പറ്റും. നെക്സ്റ്റ് വൺ പേജ് ഡയറക്ഷൻ, അദാദുൽ ഇത്തിജാഹി. ഇതിനായി പേജ് ഡയറക്ഷൻ അല്ലെങ്കിൽ ഓറിയൻറ്റേഷൻ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ലാൻഡ്സ്കേപ്പ് അല്ലെങ്കിൽ പോർട്രേറ്റ് ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യാം. ഇനി പേജ് സൈസ് സെറ്റ് ചെയ്യാൻ സൈസ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വരുന്ന മെനുവിൽ നിന്ന് A4 സൈസ്, ലെറ്റർ പോലെയുള്ള ഓപ്ഷൻസ് സെലക്ട് ചെയ്യാം. നെക്സ്റ്റ് വൺ കോളംസ്, അമീദത്ത്. ഇതിന് വേണ്ടി കോളംസ് ക്ലിക്ക് ചെയ്യാം. 1, 2, 3 ലെഫ്റ്റ്, റൈറ്റ് ഇതിലേതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യുക. കൂടുതൽ ടൈപ്സ് ഓഫ് കോളംസ് വേണമെങ്കിൽ മോർ കോളംസ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ വരുന്ന ഡയലോഗ് ബോക്സിൽ നിന്ന് കോളം നമ്പേഴ്സും സ്പേസിങ്ങും ഒക്കെ സെറ്റ് ചെയ്യാം. കോളംസ് റൈറ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ റൈറ്റ് ടു ലെഫ്റ്റ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം. നെക്സ്റ്റ് വൺ ബ്രേക്സ്, ഫവാസിൽ. അപ്പോൾ ബ്രേക്സ് ക്ലിക്ക് ചെയ്താൽ രണ്ട് പേജുകൾക്കിടയിൽ ബ്രേക്ക് ഇൻസേർട്ട് ചെയ്യാനുള്ള ഒരുപാട് ഓപ്ഷൻസ് കാണാൻ സാധിക്കും. നെക്സ്റ്റ് വൺ ലൈൻ നമ്പേഴ്സ്. ഇപ്പോൾ ഫസ്റ്റ് പേജിൻ്റെ സ്റ്റാർട്ടിങ് മുതൽ ലാസ്റ്റ് പേജിൻ്റെ അവസാനം വരെ കണ്ടിന്യൂസ് ആയിട്ട് ലൈൻ നമ്പേഴ്സ് ആഡ് ചെയ്യാൻ സാധിക്കും. ഓരോ പേജിലും ഓരോ സെക്ഷനിലും നമ്പേഴ്സ് റീസ്റ്റാർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസും ഉണ്ട്. അടുത്തത് ഹൈഫണേഷൻ, അൽ വാസില. ഒരു ലൈനിൽ ലോങ് വേർഡ് വരുമ്പോൾ മാനുവലായിട്ടോ ഓട്ടോമാറ്റിക്കായിട്ടോ ഹൈഫൺ ആഡ് ചെയ്യാനുള്ള ഓപ്ഷനാണിത്. ഇനി നെക്സ്റ്റ് ടോപ്പിക് പാരഗ്രാഫാണ്, മജ്മുഅത്തു ഫിഖ്റ. ഇതിനെക്കുറിച്ച് നമ്മൾ ടെക്സ്റ്റ് ആൻഡ് പാരഗ്രാഫ് ഫോർമാറ്റിംഗ് എന്ന യൂണിറ്റിൽ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ അടുത്തത് അറേഞ്ച് ഗ്രൂപ്പാണ്. ഇവിടെ പൊസിഷന്, റാപ്പ് ടെക്സ്റ്റ്, ബ്രിങ് ഫോർവേഡ്, സെൻഡ് ബാക്ക്വേഡ്, അലൈന്, ഗ്രൂപ്പ്, റൊട്ടേറ്റ് എന്നിങ്ങനെ ഓപ്ഷൻസാണുള്ളത്. ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. ഇനി നെക്സ്റ്റ് ഹെഡിങ് തുറുഖുൽ അർദി ലിനാഫിദത്തി വിൻഡോ. 2013 വേർഡ് വിൻഡോ വ്യൂ ചെയ്യാനുള്ള വഴികൾ. ഇതിനായി വ്യൂ ടാബും അതിലെ ടൂൾസും യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ ആദ്യത്തെ ഗ്രൂപ്പാണ് വ്യൂസ്, മജ്മുഅത്തു ത്വരീഖത്തി അറദ്.
ഇവിടെ വ്യൂ ചെയ്യാനുള്ള 5 വഴികളുണ്ട്. ഒന്ന് റീഡ് മോഡ്, പ്രിൻ്റ് ലേ ഔട്ട്, വെബ് ലേ ഔട്ട്, അതുപോലെ ഔട്ട്ലൈന്, ഡ്രാഫ്റ്റ്. അപ്പോൾ ഫുൾ സ്ക്രീനിൽ റീഡ് ചെയ്യാനാണ് റീഡ് മോഡ്. അതുപോലെ പ്രിൻ്റ് ചെയ്യുന്ന സമയത്ത് പേജിൽ കാണിക്കുന്ന പോലെ കാണാനാണ് പ്രിൻ്റ് ലേ ഔട്ട്. ഇനി നമ്മുടെ ഓൺലൈൻ സൈറ്റിൽ പേജായി അപ്ലോഡ് ചെയ്യാനൊക്കെയുള്ള ഡോക്യുമെൻ്റ് ആണെങ്കിൽ വെബ് പേജിൽ കാണിക്കുന്ന പോലെ കാണിക്കാനാണ് വെബ് ലേ ഔട്ട്. അതുപോലെ ഡീറ്റെയിൽഡ് ഔട്ട്ലൈൻ ഡോക്യുമെൻറ്റും ഔട്ട്ലൈൻ ടൂൾസും കാണിക്കാനാണ് ഔട്ട്ലൈന്. അതുപോലെ ഡോക്യുമെൻറ്റിൻ്റെ ക്വിക്ക് എഡിറ്റിങ്ങിനും ഒരു ഡ്രാഫ്റ്റ് പോലെ വ്യൂ ചെയ്യാനൊക്കെയാണ് ഡ്രാഫ്റ്റ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഹെഡറും ഫൂട്ടറും ഒന്നും വിസിബിൾ ആവില്ല. ഷോ ഗ്രൂപ്പ്, വിൻഡോസ് എന്ത് ഷോ ചെയ്യണം ചെയ്യണ്ട എന്ന് ചൂസ് ചെയ്യാനുള്ള സ്പേസ് ആണിത്. ആദ്യം റൂളർ ആൻഡ് ഗ്രിഡ് ലൈൻസ് ആണ് ഇവിടെയുള്ള ഓപ്ഷൻസ്. ഓക്കെ, നെക്സ്റ്റ് വൺ സൂം ഗ്രൂപ്പ്, മജ്മുഅത്തു തക്ബീർ ഔ തസ്ഗീർ. അപ്പം സൂം ഔട്ട് ചെയ്യാനും സൂം ഇൻ ചെയ്യാനും വ്യൂയിങ് പെർസെൻറ്റേജ് സെറ്റ് ചെയ്യാനും പേജിൻ്റെ എണ്ണം സെറ്റ് ചെയ്യാനും സൂം ഗ്രൂപ്പിൽ ഓപ്ഷൻസ് ഉണ്ട്. സൂം 100%, 1 പേജ്, 2 പേജസ്, പേജ് വിഡ്ത്ത് എന്നീ ടൂൾസാണ് ഇവിടെ ഉള്ളത്. അപ്പം സൂമിൽ നിന്ന് നമുക്ക് സൂം ഇൻ ചെയ്യാനും സൂം ഔട്ട് ചെയ്യാനും പറ്റും. അതുപോലെ 100% എന്ന ഓപ്ഷൻ അതിൽ നിന്ന് ഡോക്യുമെൻ്റ് ഒറിജിനൽ ഷേപ്പിൽ ഷോ ചെയ്യാനാണ്. പിന്നെ 1 പേജ് യൂസ് ചെയ്യുന്നത് ഫ്രെയിം ഒരു പേജിൽ മുഴുവനായി കാണിക്കാനാണ്. 2 പേജസ് യൂസ് ചെയ്യുന്നത് ഫ്രെയിമിൽ 2 പേജുകൾ കാണിക്കാനാണ്. ഇനി പേജ് വിഡ്ത്ത്, അറളു സൊഫ്ഹ, അത് നമ്മുടെ ഡോക്യുമെൻറ്റും പേജും ഒരേ വിഡ്ത്തിൽ വരാനാണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ മജ്മുഅത്തു നാഫിദ, വിൻഡോ ഗ്രൂപ്പ്. ഇതിലുള്ള ഓപ്ഷൻസ് പുതിയ വിൻഡോ ഓപ്പൺ ചെയ്യാൻ വേണ്ടി ന്യൂ വിൻഡോ, ഓരോന്നും ഹൊറിസോണ്ടൽ ലെവലിൽ സൈഡ് ബൈ സൈഡ് കാണിക്കാൻ വേണ്ടി അറേഞ്ച് ഓൾ, അതുപോലെ കറണ്ട് വിൻഡോ 2 പാർട്ടായി സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടി സ്പ്ലിറ്റ്, 2 ഡോക്യുമെൻറ്റിലെ കണ്ടൻസ് കമ്പയർ ചെയ്യാൻ വേണ്ടി 2 ഡോക്യുമെൻറ്റ്സ് സൈഡ് ബൈ സൈഡ് വെക്കാൻ വ്യൂ സൈഡ് ബൈ സൈഡ്, 2 ഡോക്യുമെൻറ്റിൻ്റെ സ്ക്രോളിങ് തുല്യമാക്കാൻ വേണ്ടി സിങ്ക്രണസ് സ്ക്രോളിങ്, അതുപോലെ 2 ഡോക്യുമെൻറ്റിൻ്റെ ഇടയിൽ കമ്പയർ ചെയ്യുമ്പോൾ ക്ലിയറായി കാണാൻ വേണ്ടി 2ൻ്റെയും പൊസിഷൻ റീസെറ്റ് ചെയ്യാൻ റീസെറ്റ് വിൻഡോ പൊസിഷൻ. അതുപോലെ ഒന്നാണ് സ്വിച്ച് വിൻഡോസ്. ഇത് ക്ലിക്ക് ചെയ്താൽ ഓപ്പൺഡ് വിൻഡോസിൻ്റെ ഒരു മെനു ഓപ്പൺ ആവും. അതിൽ നിന്ന് ഇഷ്ടമുള്ള വിൻഡോയിലേക്ക് സ്വിച്ച് ചെയ്യാനാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇതിനുള്ള ഷോർട്ട് കട്ടാണ് Alt+Tab. നെക്സ്റ്റ് വൺ മജ്മുഅത്തു വഹ്ദാത്തിൽ മാക്രോസ് ഗ്രൂപ്പ്. ഓട്ടോമാറ്റിക്കായി ഒരു ഡ്യൂട്ടി ചെയ്യാൻ വേണ്ടി ഒരുപാട് കമൻറ്റ്സ് ഒരുമിച്ച് വെച്ച് ഒരൊറ്റ കമൻറ്റായി സെറ്റ് ചെയ്യാനാണ് മാക്രോ യൂസ് ചെയ്യുന്നത്. സെയിം ഫയൽസും സെയിം പ്രോസസ്സുകളും കമാൻഡ്സും റിപ്പീറ്റ് ചെയ്യുന്ന സമയങ്ങളിൽ ഇത് വളരെ യൂസ്ഫുൾ ആകും. ഇപ്പോൾ വേർഡ്സിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഫോർമാറ്റിംഗ് വർക്കുകളൊക്കെ ഈ മാക്രോ റെക്കോർഡ് ചെയ്യും. അതുപോലെ ഓരോ മാക്രോക്കും കീബോർഡിൽ ഓരോ ഷോർട്ട് കട്ട് സെറ്റ് ചെയ്യാനും സാധിക്കും. അപ്പോൾ നമ്മൾ ചെയ്ത പ്രോസസ്സുകൾ റിപ്പീറ്റ് ചെയ്യാൻ ഈ ബട്ടൺ പ്രസ് ചെയ്താൽ മതിയാകും. ഇനി മാക്രോ യൂസ് ചെയ്യാൻ ഫോളോ ചെയ്യേണ്ട സ്റ്റെപ്സ്: ആദ്യം മാക്രോ ഗ്രൂപ്പിൽ നിന്ന് റെക്കോർഡ് മാക്രോ സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ സ്റ്റാറ്റസ് ബാറിൽ നിന്നും മാക്രോ ടൂൾ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഒരു ഡയലോഗ് ബോക്സ് ഓപ്പൺ ആവും. അതിൽ മാക്രോക്ക് ഒരു നെയിം എൻ്റർ ചെയ്യാം. ഡിഫോൾട്ട് നെയിമായിട്ട് മാക്രോ 1 എന്നാണ് ഉണ്ടാവുക. ശേഷം ഡയലോഗ് ബോക്സിൽ നിന്ന് കീബോർഡ് ബട്ടൺ പ്രസ് ചെയ്യുക. ശേഷം മാക്രോ ഓപ്പൺ ചെയ്യാൻ വേണ്ടി ഒരു കീ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഫോർ എക്സാമ്പിൾ Alt+M പോലെ ഒരു കീ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ ടൂൾ ബാറിൽ ക്ലിക്ക് ചെയ്യാം. വേർഡ് ഓപ്ഷൻ്റെ ഡയലോഗ് ബോക്സിൽ നിന്ന് ടൂൾ ബാർ ക്ലിക്ക് ചെയ്യാം. ടൂൾ ബാറിലേക്ക് ഈ മാക്രോയുടെ പുതിയൊരു ടാബ് ആഡ് ചെയ്യാൻ സാധിക്കും. ഈ ടാബ് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാനും സാധിക്കും. അതിനായി മോഡിഫൈ ക്ലിക്ക് ചെയ്യാം. ശേഷം ഐക്കൺ മെനുവിൽ നിന്ന് ഒരു ഐക്കൺ സെലക്ട് ചെയ്യുക. അപ്പോൾ കഴ്സറിൻ്റെ താഴെ ടാപ്പ് കാസറ്റ് എന്ന ഒരു ടാബ് ഇമേജ് ഫോം ചെയ്യും. ഇവിടെയാണ് മാക്രോ റെക്കോർഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും മാക്രോ റെക്കോർഡ് ചെയ്യും. റെക്കോർഡിംഗ് പൗസ് ചെയ്യാനും റീ റെക്കോർഡ് ചെയ്യാനും അതുപോലെ സ്റ്റോപ്പ് ചെയ്യാനും സാധിക്കും. ഇതിനു വേണ്ടി മാക്രോ യൂണിറ്റ്സിൽ ക്ലിക്ക് ചെയ്യാം. റെക്കോർഡിംഗ് പൗസ് ചെയ്യാനും അതുപോലെ സ്റ്റോപ്പ് ചെയ്യാനും റീ റെക്കോർഡ് ചെയ്യാനും ഒക്കെ സാധിക്കും. ഇതിനു വേണ്ടി മാക്രോ യൂണിറ്റ്സിൽ ക്ലിക്ക് ചെയ്യാം. ശേഷം ഏതെങ്കിലും ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാം. പിന്നെ നമ്മൾ മാക്രോ അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സമയത്തെല്ലാം മാക്രോ ക്ലിക്ക് ചെയ്യുക. വ്യൂ മാക്രോസ് സെലക്ട് ചെയ്യാം. അല്ലെങ്കിൽ ക്വിക്ക് ആക്സസ് ടൂൾ ബാറിൽ നിന്ന് സ്പെഷ്യൽ മാക്രോ ടാബ് ക്ലിക്ക് ചെയ്യുക. അല്ലെങ്കിൽ മാക്രോക്ക് വേണ്ടി നമ്മൾ നേരത്തെ കസ്റ്റമൈസ് ചെയ്ത ഒരു കീ ഉണ്ടല്ലോ, Alt+M ഒക്കെ പോലെ ഒരു കീ, അത് പ്രസ് ചെയ്യാം. ഓക്കെ, അങ്ങനെ നമ്മുടെ 50 യൂണിറ്റും കഴിഞ്ഞിട്ടുണ്ട്. ഇനി
6th യൂണിറ്റ് الوحدة السادسة إدارة المراجع والاقتباسات في Word 2013 Managing References and Quotations in Word 2013 ഇതിലെ ഫസ്റ്റ് ഗ്രൂപ്പാണ് മജ്മുഅത്തു ജദുവലിൽ മുഹ്തവയാത്ത് ടേബിൾ ഓഫ് കണ്ടൻസ്. റിസർച്ച് പേപ്പേഴ്സിലൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ടേബിൾ ഓഫ് കണ്ടൻസ് ക്രിയേറ്റ് ചെയ്യാനുള്ള ടൂളാണിത്. ഹോമിലെ സ്റ്റൈൽസ് യൂസ് ചെയ്ത് ഹെഡിങ്സും കണ്ടൻസും ഒക്കെ ആദ്യം സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ടൈറ്റിൽസ് ആഡ് ചെയ്യാൻ സാധിക്കൂ. ഇനി ടേബിൾ ഓഫ് കണ്ടൻസ് ആഡ് ചെയ്യാനുള്ള സ്റ്റെപ്സ് എന്താണെന്ന് നോക്കാം. ആദ്യം നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് കേഴ്സർ വെക്കുക. റെഫറൻസ് ടാബിലെ ടേബിൾ ഓഫ് കണ്ടൻസ് ഗ്രൂപ്പിൽ നിന്ന് ടേബിൾ ഓഫ് കണ്ടൻസ് ക്ലിക്ക് ചെയ്യുക. ഒരു ടൈപ്പ് ഓഫ് ടേബിൾ സെലക്ട് ചെയ്യുക. അഡീഷണൽ ഓപ്ഷൻസിനായി ഇൻസേർട്ട് ടേബിൾ ഓഫ് കണ്ടൻസ് ക്ലിക്ക് ചെയ്യുക. ടേബിൾ ഓഫ് കണ്ടൻസിൻ്റെ ഡയലോഗ് ബോക്സിൽ നിന്ന് ഇഷ്ടമുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇനി ടേബിൾ ഓഫ് കണ്ടൻസിൽ ടൈറ്റിൽ അല്ലാത്ത ടെക്സ്റ്റുകൾ ആഡ് ചെയ്യാൻ ആ ടെക്സ്റ്റ് സെലക്ട് ചെയ്യുക. ആഡ് ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ടേബിൾസിൽ ടെക്സ്റ്റ് ആഡ് ചെയ്യേണ്ട ലെവൽ നമ്പർ സെലക്ട് ചെയ്യുക. അതുപോലെ അപ്ഡേറ്റ് ദ ടേബിൾ യൂസ് ചെയ്ത് ടേബിൾ അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കും. അതിനുള്ള സ്റ്റെപ്സ്: ആദ്യം അപ്ഡേറ്റ് ദ ടേബിൾ ക്ലിക്ക് ചെയ്യുക. തഹ്ദീസുൽ ജദ്വൽ. ശേഷം തഹ്ദീസു അർഖാമി സഫഹാത്ത് ഫഖത്ത്, അപ്ഡേറ്റ് പേജ് നമ്പേഴ്സ് ഓൺലി, അത് ക്ലിക്ക് ചെയ്യുക. അല്ലെങ്കിൽ തഹ്ദീസുൽ ജദ്വൽ ബി അക്മലിഹി, അപ്ഡേറ്റ് എൻറ്റയർ ടേബിൾ ക്ലിക്ക് ചെയ്യുക. ശേഷം ഓക്കെ കൊടുക്കുക. നെക്സ്റ്റ് വൺ മജ്മുഅത്തുൽ ഹവാഷി സഫലിയ, ഫുട് നോട്ട്സ്. ഡോക്യുമെൻറ്റിൻ്റെ അവസാനത്തിലോ പേജിൻ്റെ താഴെയോ സോഴ്സസ് ഇൻസേർട്ട് ചെയ്യാനോ മെയിൻ ടെക്സ്റ്റിൻ്റെ വിശദീകരണങ്ങൾ കൊടുക്കാനോ വേണ്ടിയാണ് ഫുട് നോട്ട്സും എൻഡ് നോട്ട്സും യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഫുട് നോട്ട്സ് ആഡ് ചെയ്യാനുള്ള സ്റ്റെപ്സ്: ആദ്യം ഫുട് നോട്ട് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ പേജിന് താഴെ 1 എന്ന് കാണും. ഫുട് നോട്ട് ആഡ് ചെയ്യാനുള്ള ഷോർട്ട് കട്ടാണ് Ctrl+Alt+F. അതുപോലെ എൻഡ് നോട്ട്സ് ആഡ് ചെയ്യാൻ Ctrl+Alt+D ആണ്. ഇനി നമ്പർ ഫോർമാറ്റ് ചേഞ്ച് ചെയ്യാനും 1, 2, 3 അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഡോക്യുമെൻറ്റിൻ്റെ അവസാനം വരെ നമ്പേഴ്സ് ചെയ്യാനും അതുപോലെ ഓരോ പേജിലും നമ്പറിങ് റീസ്റ്റാർട്ട് ചെയ്യാനൊക്കെ ഫുട് നോട്ട് ഗ്രൂപ്പിൻ്റെ താഴെയുള്ള ആരോ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഒരു ഡയലോഗ് ബോക്സ് ഓപ്പൺ ആവും. ഫുട് നോട്ടോ എൻഡ് നോട്ടോ സെലക്ട് ചെയ്യുക. ശേഷം ബോട്ടം ഓഫ് പേജ് അല്ലെങ്കിൽ ബിലോ ടെക്സ്റ്റ് സെലക്ട് ചെയ്യുക. നമ്പർ ഫോർമാറ്റ് മെനു തൻസീഖുർ റഖമി എന്ന മെനുവിൽ നിന്ന് ഒരു നമ്പർ ഫോർമാറ്റ് ചൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു സിമ്പിൾ ചൂസ് ചെയ്യുക. അതുപോലെ നമ്പറിങ് തർഖീം എന്ന മെനുവിൽ നിന്ന് കണ്ടിന്യൂസ്, റീസ്റ്റാർട്ട് ഈച്ച് സെക്ഷൻ, റീസ്റ്റാർട്ട് ഈച്ച് പേജ്, ഇതിലേതെങ്കിലുമൊക്കെ ഒന്ന് ചൂസ് ചെയ്യുക. ശേഷം ഇൻസേർട്ട് ക്ലിക്ക് ചെയ്യുക. ഇനി നെക്സ്റ്റ് ഫുട് നോട്ട് അൽ ഹാഷിയ സഫലിയ താലിയ, അത് ക്ലിക്ക് ചെയ്താൽ അടുത്ത ഫുട് നോട്ടിലേക്കോ മുന്നത്തെ ഫുട് നോട്ടിലേക്കോ എൻഡ് നോട്ടിലേക്കോ മൂവ് ചെയ്യാൻ സാധിക്കും. ഷോ നോട്ട്സ് ക്ലിക്ക് ചെയ്താൽ ഫുട് നോട്ടിലും എൻഡ് നോട്ടിലും നോട്ട്സ് ഷോ ചെയ്യാനും സാധിക്കും. ഇനി അടുത്ത ഗ്രൂപ്പ് സൈറ്റേഷൻ ആൻഡ് ബിബ്ലിയോഗ്രഫി, മജ്മുഅത്തുൽ മറാജിഇ വൽ ഇഖ്തിബാസാത്ത്. ഇതിലെ ആദ്യത്തേതാണ് ഇദ്റാജുൽ ഇഖ്തിബാസ്. ഇൻസേർട്ട് സൈറ്റേഷൻ. ഒരു കൊട്ടേഷൻ്റെ കൂടെ ആ കൊട്ടേഷൻ എടുത്ത സോഴ്സിനെ കുറിച്ച് ഒരു ഷോർട്ട് ഇൻഫോ കൊടുക്കാനും പേപ്പറിൻ്റെ അവസാന ഭാഗത്ത് റിസോഴ്സ് ബിബ്ലിയോഗ്രഫിയിൽ സോഴ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ഇൻഫോ കൊടുക്കാനുമാണ് സൈറ്റേഷൻ യൂസ് ചെയ്യുന്നത്. ഇതിനായി ഇൻസേർട്ട് സൈറ്റേഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു ഷോർട്ട് മെനു വരും. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആദ്യം നമ്മൾ സ്റ്റൈൽ മെനുവിൽ നിന്ന് സോഴ്സിൻ്റെ സ്റ്റൈൽ ചൂസ് ചെയ്യണം. അപ്പോൾ സോഷ്യൽ ലിംഗ്വിസ്റ്റിക് ആർട്ട് റിസർച്ചുകളിലൊക്കെ മോസ്റ്റ് യൂസ്ഡ് സ്റ്റൈലുകളിൽ പെട്ടതാണ് ചിക്കാഗോ, MLA, AP ഒക്കെ. ഇതല്ലാതെ വേറെ GOST, നെയിം സോർട്ട്, GB7714, ഹാർഡ്വാർഡ്, ആംഗ്ലിയ തുടങ്ങി വേറെയും ചില സ്റ്റൈൽസൊക്കെ ഉണ്ട്. ഈ ഓരോ സ്റ്റൈലിനും അതിൻ്റേതായ ഫീൽഡുകളുമുണ്ട്. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ മെനുവിൽ നിന്ന് ഷോർട്ട് മെനുവിൽ നിന്ന് ആഡ് ന്യൂ സോഴ്സ് ഇളാഫത്ത് മസ്ദർ ജദീദ് സെലക്ട് ചെയ്യുക. അപ്പോൾ സോഴ്സ് ആഡ് ചെയ്യാനുള്ള ഒരു ഡയലോഗ് ബോക്സ് വരും. അതിൽ ടൈപ്പ് ഓഫ് സോഴ്സിൽ നിന്നും ഒരു ടൈപ്പ് ചൂസ് ചെയ്യുക. ബുക്ക് സെക്ഷൻ, ജേർണൽ, ആർട്ടിക്കിൾ, അങ്ങനെ ഒരുപാട് ടൈപ്സ് അവിടെ കാണാൻ പറ്റും. പേജ് ബോക്സിൽ ഡിഫോൾട്ട് സെലക്ട് ചെയ്യുക. ശേഷം നമ്മൾ തിരഞ്ഞെടുത്ത സോഴ്സ് ടൈപ്പിനോട് യോജിച്ച ബിബ്ലിയോഗ്രഫി ഫീൽഡ്സ് ഫില്ല് ചെയ്യുക. ഇനി മുഴുവൻ ഫീൽഡ്സും കാണിക്കാൻ വേണ്ടി ഇൽഹാറു കാഫത്തി ഹുഖൂലുൽ മസാദിർ, ഷോ ഓൾ ബിബ്ലിയോഗ്രഫി ഫീൽഡ്സ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ റെക്കമെൻഡഡ് ഫീൽഡ്സിൻ്റെ സൈഡിലായി റെഡ് കളർ സ്റ്റാർ കാണാൻ സാധിക്കും.
അതുപോലെ ഇവിടെ ടാഗ് നെയിം ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ടാഗ് നെയിം എന്ന് പറഞ്ഞാൽ നമ്മുടെ സോഴ്സിലേക്കുള്ള ഒരു യുണീക്ക് സിഗ്നലാണ്. ഇത് യൂസ് ചെയ്താൽ മാനേജ് സോഴ്സസ് എന്ന ഓപ്ഷനിലൂടെ സോഴ്സ് ഫീൽഡ്സ് എഡിറ്റ് ചെയ്യാൻ സാധിക്കും. ടാഗ് നെയിം ആഡ് ചെയ്യാൻ ഇസ്മുൽ അലാമ ടാഗ് നെയിം എന്ന ബോക്സിൽ നെയിം ടൈപ്പ് ചെയ്യാണ് വേണ്ടത്. ഇനി ആഡ് ന്യൂ പ്ലേസ് ഹോൾഡർ എന്ന ഓപ്ഷൻ യൂസ് ചെയ്ത് പുതിയ സോഴ്സിനുള്ള ടാഗ് നെയിം ആഡ് ചെയ്യാം. നെക്സ്റ്റ് വൺ മാനേജ് സോഴ്സസ് ഇദാറത്തുൽ മസാദിർ. സോഴ്സ് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്ത സോഴ്സുകൾ മാനേജ് ചെയ്യാനാണ് ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനായി ആദ്യം മാനേജ് സോഴ്സസ് ക്ലിക്ക് ചെയ്യാം. ഡയലോഗ് ബോക്സിൽ നിന്നും സോഴ്സ് സെർച്ച് ചെയ്യാൻ വേണ്ടി ഓതറിൻ്റെയോ ബുക്കിൻ്റെയോ നെയിം എൻ്റർ ചെയ്യുക. ടാഗ് നെയിമിനോ ടൈറ്റിലിനോ ബുക്കിനോ അനുസരിച്ച് സോഴ്സസ് സോർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസും ഉണ്ട്. ഇനി മാസ്റ്റർ ലിസ്റ്റിൽ അൽ ഖായിമ റഈസിയ ഈ ലിസ്റ്റിൽ അവിടെയുള്ള സോഴ്സുകൾ കാണാം. അവിടെ നിന്നും കറൻറ്റ് ഡോക്യുമെൻറ്റിലേക്ക് ചേർക്കാൻ ഉദ്ദേശിക്കുന്ന സോഴ്സുകൾ കറൻറ്റ് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. ഇതിനായി സോഴ്സ് സെലക്ട് ചെയ്യുക, കോപ്പി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ സെലക്റ്റഡ് സോഴ്സ് കറൻറ്റ് ലിസ്റ്റിൽ കാണാൻ കഴിയുന്നതാണ്. ഇനി റിസോഴ്സസ് എഡിറ്റ് ചെയ്യാൻ എഡിറ്റ് ക്ലിക്ക് ചെയ്യാം. ഡയലോഗ് ബോക്സിൽ ഇൻഫർമേഷൻസ് ആഡ് ചെയ്യുകയോ എഡിറ്റ് ചെയ്യുകയോ ചെയ്യാം. എഡിറ്റ് ചെയ്ത ശേഷം ഓക്കെ ക്ലിക്ക് ചെയ്യാം. ഇനി മാസ്റ്റേഴ്സ് ലിസ്റ്റിൽ നിന്നും സോഴ്സസ് ഒഴിവാക്കാൻ വേണ്ടി സെലക്ട് ചെയ്യുക, ഡിലീറ്റ് ചെയ്യാം. ന്യൂ എന്ന ഓപ്ഷനിലൂടെ പുതിയ റിസോഴ്സ് ആഡ് ചെയ്യാനും സാധിക്കും. ഇനി നെക്സ്റ്റ് ടോപ്പിക് നമത്ത് സ്റ്റൈൽസ്. MLA APA പോലെ അക്കാഡമിക് പേപ്പേഴ്സിലും റിസർച്ചിലും റിസോഴ്സസ് ആഡ് ചെയ്യാനുള്ള സ്റ്റൈല് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ് സ്റ്റൈൽസ്. നെക്സ്റ്റ് വൺ ബിബ്ലിയോഗ്രഫി അൽ മറാജിയ. റിസർച്ച് പേപ്പേഴ്സിൽ യൂസ് ചെയ്ത റെഫറൻസ് സോഴ്സുകൾ പേപ്പറിൻ്റെ അവസാന ഭാഗത്ത് ഓട്ടോമാറ്റിക്കലി അലിഫ് ബ ഓർഡറിൽ ഇൻസേർട്ട് ചെയ്യാനുള്ള ഫെസിലിറ്റിയാണിത്. ഇതിനായി ആദ്യം ബിബ്ലിയോഗ്രഫി മറാജിയ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ബിബ്ലിയോഗ്രഫിയുടെ ഒരു ഷോർട്ട് ലിസ്റ്റ് കാണാം. അതുപോലെ ബിൽഡിനായ ബിബ്ലിയോഗ്രഫി അവിടെ ഉണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യാം. ഇല്ലെങ്കിൽ മർജിയ വർക്ക്സ് സൈറ്റഡ് സെലക്ട് ചെയ്ത് റെഫറൻസ് സോഴ്സിൻ്റെ ലിസ്റ്റ് ആഡ് ചെയ്യുക. ദെൻ ഇൻസേർട്ട് ബിബ്ലിയോഗ്രഫി ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് വൺ മജ്മുഅത്തു തസ്മിയാത്ത് തൗദീഹിയ്യ ക്യാപ്ഷൻസ്. ഇവിടെ 4 ടൂൾസാണുള്ളത്. ഫസ്റ്റ് വൺ ഇൻസേർട്ട് ക്യാപ്ഷൻ. അപ്പോൾ ഇതിലുള്ള സ്റ്റെപ്സ് ഇൻസേർട്ട് ക്യാപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഒരു ഡയലോഗ് ബോക്സ് വരും. അതിൽ ക്യാപ്ഷൻ നെയിം കൊടുക്കുക. ഫിഗർ ഇക്വേഷനൊക്കെ പോലെ ഒരു ലേബൽ കൊടുക്കുക. വേറെയും കുറച്ച് ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ക്ലിക്ക് ചെയ്യാം.